പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിങ്ങിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സെക്ഷൻ എ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ടേം ഫോർ ന്യൂസ് ഓർ അനാലിസിസ് അപ്പിയറിംഗ് ഇൻ മീഡിയ ഫോർ എ പ്രൈസ് ഇൻ ക്യാഷ് ഓർ കൈറ്റ്? പണമായോ മറ്റു രൂപത്തിലോ പ്രതിഫലം വാങ്ങി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തയെയോ വിശകലനത്തെയോ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ പെയ്ഡ് ന്യൂസ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാഡ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് യൂസേഴ്സ് ഇൻ ഇന്ത്യ ഇൻ 2020? 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ വാട്സാപ്പ്. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് ദാറ്റ് ഫോംസ് ദ ടേം പോഡ്കാസ്റ്റ്? പോഡ്കാസ്റ്റ് എന്ന പദം രൂപപ്പെട്ടിരിക്കുന്ന വാക്കുകളുടെ സംയോജനം എന്താണ്? ആൻസർ ഐപോഡ് ബ്രോഡ്കാസ്റ്റ്. നാലാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ എ റിപ്പോർട്ട് ഓൺ റീസെൻറ്റ് ഇഷ്യൂസ് ഓർ ടോപ്പിക്സ് സീൻ ഇൻ ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, റേഡിയോ ആൻഡ് ദ ഇൻ്റർനെറ്റ്? പത്രങ്ങൾ, ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് എന്നിവയിൽ കാണുന്ന സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചോ വിഷയങ്ങളെക്കുറിച്ചോ ഉള്ള റിപ്പോർട്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ആൻസർ ന്യൂസ് സ്റ്റോറി അഥവാ ന്യൂസ് റിപ്പോർട്ട്. വാർത്താ സ്റ്റോറി അല്ലെങ്കിൽ വാർത്താ റിപ്പോർട്ട്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സ്ട്രക്ചർ പ്രസന്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ഫസ്റ്റ് ഇൻ എ ന്യൂസ് സ്റ്റോറി? ഒരു വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്ന ഘടന ഏതാണ്? ആൻസർ ഇൻവേർട്ടഡ് പിരമിഡ് സ്ട്രക്ചർ, വിപരീത പിരമിഡ് ഘടന. ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഓപ്പണിംഗ് സെൻറ്റൻസ് ഓഫ് പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് സ്റ്റോറി കോൾസ്? ഒരു വാർത്തയുടെ ആമുഖവാചകത്തെയോ പാരഗ്രാഫിനെയോ എന്ത് വിളിക്കുന്നു? ലീഡ് എന്നാണ് അതിൻ്റെ ആൻസർ. ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടേം ഫോർ കണ്ടന്റ് ക്രിയേറ്റഡ് ബൈ നോൺ പ്രൊഫഷണൽ ജേർണലിസ്റ്റ് ഓൺ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയയിൽ പ്രൊഫഷണൽ അല്ലാത്ത മാധ്യമപ്രവർത്തകർ നിർമ്മിക്കുന്ന ഉള്ളടക്കത്തെ വിളിക്കുന്ന പേരെന്ത്? ആൻസർ സിറ്റിസൺ ജേർണലിസം, പൗരമാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കണ്ടൻസ്, ഉപയോക്താവ് സൃഷ്ടിക്കുന്ന ഉള്ളടക്കം. അപ്പോൾ നമുക്കിതിന് സിറ്റിസൺ ജേർണലിസം എന്ന് ആൻസർ പറയാം. എട്ടാമത്തെ ചോദ്യം, വിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ബിക്കം ദ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻ ഇന്ത്യ ഇൻ 2020? 2020 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്പ് ഏതാണ്? ആൻസർ വാട്സാപ്പ്. ഒമ്പതാമത്തെ ചോദ്യം, ഇൻ വിച്ച് കൺട്രി ഡിഡ് ദ ടേം സിറ്റിസൺ ജേർണലിസം ഒറിജിനേറ്റ്? പൗരമാധ്യമ പ്രവർത്തനം എന്ന പദം ഉത്ഭവിച്ച രാജ്യം ഏതാണ്? സിറ്റിസൺ ജേർണലിസം എന്ന പദം ഉത്ഭവിച്ച രാജ്യം ഏതാണ്? ആൻസർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക. പത്താമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഷൈർഡ് ഇൻ ആർട്ടിക്കിൾ 91A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ 19(1)A അനുച്ഛേദം ഉറപ്പ് നൽകുന്ന മൗലികാവകാശം ഏതാണ്? ആൻസർ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് ഡിഫാമേഷൻ ക്യാൻ റിസൾട്ട് ഇൻ ക്രിമിനൽ ചാർജസ്? ക്രിമിനൽ കുറ്റങ്ങളിലേക്ക് നയിച്ചേക്കാവുന്ന മാനനഷ്ടത്തിൻ്റെ തരം ഏതാണ്? ആൻസർ ക്രിമിനൽ ലിബൽ, ക്രിമിനൽ അപകീർത്തി അല്ലെങ്കിൽ ക്രിമിനൽ ലിബൽ. അടുത്ത 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ് എ ന്യൂസ് സ്റ്റോറി കോൾസ്? ഒരു വാർത്തയുടെ ആദ്യ പാരഗ്രാഫിനെ എന്ത് വിളിക്കുന്നു? ആൻസർ ലീഡ് എന്നാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹു ടിപ്പിക്കലി റൈറ്റസ് ദ എഡിറ്റോറിയൽ ഇൻ ന്യൂസ് പേപ്പർ? പത്രത്തിൽ എഡിറ്റോറിയൽ സാധാരണ എഴുതുന്നത് ആരാണ്? ആൻസർ എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡ്സ്, ദ എഡിറ്റർ ഓർ എഡിറ്റോറിയൽ ബോർഡ്സ്.
എഡിറ്റർ അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡാണ് ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ സാധാരണയായി എഴുതുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ടെക്സ്റ്റ് ബിലോ എ പിക്ചർ ഇൻ എ ന്യൂസ് പേപ്പർ കോൾഡ്? പത്രത്തിൻ്റെ ചിത്രത്തിന് താഴെയുള്ള എഴുത്തിനെ എന്ത് വിളിക്കുന്നു? ആൻസർ ക്യാപ്ഷൻ അല്ലെങ്കിൽ കട്ട് ലൈൻ എന്ന് വിളിക്കുന്നു. ക്യാപ്ഷൻ അഥവാ കട്ട് ലൈൻ എന്ന് വിളിക്കുന്നു പത്രത്തിൻ്റെ ചിത്രത്തിന് താഴെയുള്ള എഴുത്തിനെ. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഷോർട്ട് പ്രൊമോഷണൽ പീസ് ഓഫ് റൈറ്റിംഗ് അക്കമ്പനിയിങ് എ ന്യൂസ് സ്റ്റോറി കോൾഡ്? ഒരു വാർത്തയോടൊപ്പം വരുന്ന ചെറിയ പ്രൊഫഷണൽ കുറിപ്പിനെ എന്ത് വിളിക്കുന്നു? ആൻസർ ബ്ലർബ് അല്ലെങ്കിൽ പ്രോമോ അല്ലെങ്കിൽ ടീസർ എന്ന് വിളിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.